വ്യത്യസ്തങ്ങൾക്ക് മേൽ വ്യത്യസ്തമാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം. അങ്ങനൊരു വ്യത്യസ്തത ഇന്നത്തെ ഗോസ്പലിലും നമ്മൾ കാണാം. യേശു അന്ധനായ ഒരുവനെ സുഖപ്പെടുത്തുകയാണ്. അവനെ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി യേശു അവൻ്റെ കണ്ണുകളിൽ തുപ്പൽ കൊണ്ട് പുരട്ടിയിട്ട് ചോദിക്കുന്നു, ഇപ്പം നീ എന്ത് കാണുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ മനുഷ്യരെ കാണുന്നു, പക്ഷെ അത് മരങ്ങളെ പോലെയാണ് ഇരിക്കുന്നത്. അതെന്തൊരു വേദനയാണ്. ഈ യേശുവിൻ്റെ ആദ്യ അറ്റംപ്റ്റ് തന്നെ അങ്ങ് ഫ്ലോപ്പ് ആയതുപോലെ ആയിപ്പോയി. യേശു ഒന്നും കൂടെ തൊട്ടു. എന്നിട്ട് ചോദിച്ചു, ഇപ്പം നീ എന്ത് കാണുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം എനിക്കെല്ലാം കാണാം. ഞാൻ മനുഷ്യരെ കാണുന്നു, വസ്തുക്കളെ കാണുന്നു, എല്ലാം വളരെ കൃത്യമാണ്. യേശു 2 പ്രാവശ്യം തൊട്ടു അല്ലേ? എനിക്ക് തോന്നുന്നു യേശു 3ാമത് പ്രാവശ്യം കൂടി തൊടാത്തെന്താ? യേശു 3ാമത് ഒരിക്കൽ കൂടി അവൻ്റെ കണ്ണുകളിൽ തൊടണമായിരുന്നു. ഒരിക്കൽ കൂടി യേശു തൊട്ടിട്ട് നീ ഇപ്പോൾ എന്ത് കാണുമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ പറയുമായിരുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷെ അവരൊക്കെ മാലാഖമാരെ പോലെ വിശുദ്ധരെ പോലെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു യേശുവിനൊരു 3ാമത്തെ ടച്ച് ഇന്ന് ഭൂമിക്ക് അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യരൊക്കെ പരസ്പരം മനുഷ്യരായി പോലും കാണാത്ത ഈ ലോകത്ത് നമുക്ക് അത്യാവശ്യം മനുഷ്യരെ മനുഷ്യരായി കാണുക എന്ന് മാത്രമല്ല, മനുഷ്യരെ വിശുദ്ധരായി കൂടി കാണാനുള്ള ഒരു കണ്ണുകൾ വേണം. എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും പുണ്യങ്ങളുണ്ട്. ഇങ്ങനെ പുണ്യങ്ങളും നന്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനുഷ്യരെ ആ കണ്ണോടുകൂടി കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കുറച്ചും കൂടി ക്രിസ്തുവിനൊരു സ്പർശനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു.